അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഞാനും അമ്മ ഒന്ന് രാവിലെ അമ്പലത്തിൽ പോകാം കേട്ടോ. ഇന്ന് 1-ാം തീയതി അല്ലേ, ഇന്ന് ഇംഗ്ലീഷ് മാസമാണെങ്കിലും ഇന്ന് 1-ാം തീയതി അല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ ആയി അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണേ. അപ്പോൾ നമ്മുടെ പതുപോലെ നമ്മുടെ പടികൾ ഇറങ്ങുക കേട്ടോ. അത് അമ്മ മുന്നിൽ പോണ്ട് നിത്യവും ചെയ്യുമ്പോൾ കുഞ്ഞി അവളെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ അവൾ മുന്നിലും പുറകിലുമായിട്ട് അവളങ്ങനെ പോകും. അപ്പോൾ അമ്മ ഇപ്പോൾ പുറകിലായി, ഞാൻ മുന്നിലുമായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവിടെ കുഞ്ഞി ഇവിടെ കാത്തിരിക്കാൻ കുഞ്ഞി ഞാൻ അവിടെ ഇരുന്ന് ഞാൻ തൊട്ടെ. ഞാൻ വന്നാലോ അത് വരത്തുള്ളൂ. കണ്ടോ മുങ്ങി പാനോ. നമ്മൾ നടക്കുകയാണ്, നമ്മൾ ഷോർട്ട് വഴിക്കാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിലെ അമ്പലത്തിൽ പോകുന്നൊന്ന് വീഡിയോ എടുത്തതാട്ടോ. ഇതിലേ പോയിട്ട് എലഞ്ഞിക്കൽ അമ്പലത്തിലേക്കാണ് പോകുന്നത്, ദേവീൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് എനിക്ക് ആ വഴിക്ക് കടയ്ക്കും പോകാം, അമ്മൂനും വീട്ടിലേക്കും വരാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് ഉണ്ടാവുമായിരിക്കും നടക്കാൻ കേട്ടോ. സ്പീഡിൽ നടക്കണം, അല്ലെങ്കിൽ ആടിക്കൊന്നും. ഇപ്പോൾ ഞങ്ങൾ നടക്കും പോലെ ഞങ്ങൾ നടക്കുകയാണെങ്കിൽ ഞങ്ങളൊരു അരമണിക്കൂർ എടുക്കും അവിടെ എത്തണമെങ്കിൽ. ഞങ്ങൾ മെല്ലെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റോഡരികിൽ കാഴ്ച കണ്ടുണ്ടോ, ഈ ഒരു പൂവ് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. ഇതിങ്ങനെ നിറച്ച് റോഡരികിൽ കൂടെ ഇതാണ്ടോ, സൈഡിൽ കൂടെ മൊത്തം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയല്ലേ. നോക്കി നോക്കി ഉണ്ടോ, വയലറ്റ് ഇലയിൽ വൈറ്റ് ബോൾ പോലത്തെ പൂവ്. അതൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് അമ്മ അതാ മുന്നിൽ അങ്ങനെ നടക്കുന്നത്. പിന്നെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ തിരിയുന്ന ആ ഭാഗത്തെത്തിയിട്ടോ. ഇനി ഇതിൽ കുറച്ച് അങ്ങോട്ട് പോയാൽ അമ്പലത്തിലെത്തും. നോക്കി വിരിയുമ്പോൾ നല്ല വയലറ്റ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് വയലറ്റ് ഒരു പൂവുണ്ടോ, ഒരു വള്ളിയിലായിട്ടുണ്ടാകുന്ന നല്ല രസമുണ്ടല്ലേ കാണാൻ. ഒക്കെ ഞങ്ങൾ വരുന്ന വഴി നിറച്ച് ചെടികളാണ്. അപ്പോൾ എന്നിട്ട് അപ്പം നമ്മളിതാ അമ്പലത്തിലെത്തിയിട്ടോ. ഇലഞ്ഞിക്കൽ ദേവീ ക്ഷേത്രമാണ്. അമ്പലത്തിലെ കവാടത്തിലെത്തി. ഇനി ഇവിടുന്ന് ഇതിലെ അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നാൽ ഇത് അമ്പലത്തിലേക്കുള്ള വഴിയാണ്. അമ്പലത്തിലെത്തും. ഇത് അമ്പലത്തിൻ്റെ ശാന്തിമഠമാണ്. പിന്നെ ശാന്തിമാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ശാന്തി അവരെ ഫാമിലിയാണ് താമസിക്കുന്നത് കേട്ടോ. കൊച്ചുശാന്തി എന്ന് പറയും. കൊച്ചുശാന്തിൻ്റെ ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത്. ബാക്കിയുള്ള ഇവർ മുകളിൽ പുതിയ ശാന്തിമഠം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പൂജാരി ഇത് പഠിക്കാൻ വരുന്ന മക്കളും അങ്ങനെയൊക്കെ ഉള്ളവർ അവിടെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ പുതിയ ശാന്തിമഠം, ശിവഗിരി ശ്രീനാരായണ സ്വാമി. ആ ശിവഗിരിയിലെ മഠത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മഠം. അതിൻ്റെ ഭാഗം. ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റ് ഇവിടെ ഉത്സവം തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് മെഗാ തിരുവാതിരയൊക്കെ ഉണ്ട്. ഈ ഗ്രൗണ്ടിലാണ് കേട്ടോ ഉത്സവം നടക്കുക. ഇതൊക്കെ ആല് പഴുത്ത് നിൽക്കുന്നുണ്ടോ, ആലും പഴം ഞാൻ ഇതുവരെ കണ്ടില്ല. എന്ത് ഭംഗിയാന്ന് നോക്കി, നിറച്ച് കിളികളുണ്ട് കേട്ടോ. അത് കഴിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ആലുംപഴം കാണുന്നത്. ഈ ആൽപ്പഴം കഴിക്കാൻ പറ്റുമോ അറിയത്തില്ല. ആലിൻ്റെ പഴം കഴിക്കാൻ പറ്റുമെന്ന് അറിയുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഉണ്ടോ എന്ത് രസമാണ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഒരു പഴുത്ത് മരത്തിൽ തന്നെ നിന്ന് ഉണങ്ങിയപ്പോൾ രുദ്രാക്ഷ കിടപ്പ് ഉണ്ടോ, രുദ്രാക്ഷക്ക പോലെ തോന്നും ഇത് കണ്ടിട്ട് അല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറട്ടെ. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതാട്ടോ
ദേവീക്ഷേത്രം. ഇതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മുടെ കൊടിമരമൊക്കെ. അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങട്ടെ. ഉള്ളിൽ വീഡിയോ പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ അമ്പലത്തിൽ പണി നടക്കുന്നുണ്ട്, വേറെ പ്രതിഷ്ഠേൻ്റെ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് വഴിപാടൊക്കെ കഴിച്ച് ഇതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് അമ്മ പ്രസാദം വാങ്ങിന് ഞങ്ങൾ ഇവിടെ നിന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ദേവീൻ്റെ ബാൽമറ അമ്മ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ട് വാങ്ങും. എന്നിട്ട് ഇനി ഞങ്ങൾ നാഗത്തറയിലും കൂടെ തൊഴുതിട്ട് ഞങ്ങൾ പോവാം കേട്ടോ. ഇതാണ് തിരുവമ്പാടി ഇലഞ്ഞിക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ പരിസരം കേട്ടോ. എടുത്തില്ലേ, പോവല്ലേ, ബാ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു രക്തസിൻ്റെ ഒരു ഇതുണ്ട്, അവിടെയും കൂടെ ഒന്ന് തൊഴുതിട്ട്, ഉള്ളിലേക്കാണ് ഫോൺ വയ്ക്കാൻ പറ്റാത്ത കേട്ടോ. ഇവിടെയും കൂടെ തൊഴുതിട്ട് നമ്മൾ പിന്നെ നാഗത്തറയിലും കൂടെ തൊഴുതിട്ട് പോകും. പിന്നെ അവിടെ നിന്ന് വരെ ഒരു ആലിൻ്റെ ഇല ഉണങ്ങി ചാടിയത് കിട്ടിയതും പെറുക്കിക്കൊണ്ട് വരിക കേട്ടോ. ആലില ഇവിടെയൊക്കെ നന്നാക്കുന്ന, ഇനിയിപ്പോൾ ഉത്സവമായില്ലേ, അപ്പോൾ ഇവിടെയൊക്കെ നന്നാക്കുകയാണ്. ഇവിടെ 5 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഉത്സവത്തിന്. അപ്പോൾ 5 ദിവസവും 3 നേരവും ഭക്ഷണം ഉണ്ടാവും കേട്ടോ. രാവിലെ ചായക്ക് കടി 3 നേരം 4 നേരമുണ്ട്. രാവിലെ ചായ കടി ഉണ്ടാവും, ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കഞ്ഞി ഉണ്ടാവും, ഉച്ചയ്ക്ക് ചോറുണ്ടാവും, വൈകുന്നേരം ചായ ഉണ്ടാവും, രാത്രി സദ്യ ഉണ്ടാവും. അങ്ങനെ 5 ദിവസം ഇവിടെ പരിപാടിക്ക് ഭക്ഷണം ഉണ്ടാവും കേട്ടോ. ഇവിടെയാണ് സർപ്പക്കാവ്. പിന്നെ ഇത് നമ്മൾ ഇവിടെയൊക്കെയാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം കേട്ടോ. ഈ ഹാളിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ പിന്നെ ഉത്സവമാകുമ്പോൾ ഇവിടെ പുറത്തും ഒക്കെ ആൾക്കാരായിരിക്കും കേട്ടോ. നല്ല തിരക്കായിരിക്കും ഇവിടുത്തെ ഉത്സവത്തിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇവിടെയും കൂടെ തൊഴുത് ഞാൻ കടയിലേക്കും അമ്മ വീട്ടിലേക്കും പോകും. സമയം ഒരുപാടായി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.